രാമേട്ടൻ ദളിതനാണ്. രാമേട്ടൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ദ്രൗപദിയും ദളിതയാണ്. ഇവർ ഊണിലും ഉറക്കത്തിലും രാമരാജ്യം സ്വപ്നം കണ്ടു. നാമജപയാത്രയിലും നാലമ്പല യാത്രയിലും പങ്കെടുത്ത് സായുജ്യമടഞ്ഞു. ഒരു കാശി യാത്രയിൽ തീവണ്ടിയിൽ വെച്ച് രാമേട്ടൻ ഹൃദയം പൊട്ടി മരിച്ചു. വീരസ്വർഗം പോകി. സ്വർഗത്തിൽ ദളിതർക്കുള്ള മുറിയിൽ രാമേട്ടൻ രാമരാജ്യം സ്വപ്നം കണ്ടു. ദ്രൗപദി ഇല്ലാതെ. ഭൂമിയിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ ദ്രൗപദിയും രാമരാജ്യം സ്വപ്നം കണ്ടു. രാമേട്ടനില്ലാതെ. പൊടുന്നനെ രാമരാജ്യ പ്രഖ്യാപനമുണ്ടായി. പട്ടാഭിഷേകവും സിംഹാസനാരോഹണവും കാണാൻ ദ്രൗപദി കൊട്ടാരത്തിലേക്ക് ഓടി. കൊട്ടാരവാതിൽ ദ്രൗപദിയുടെ മുന്നിൽ കൊട്ടിയടച്ചു. ദളിതയായ വിധവയായ ദ്രൗപദി ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. കൊട്ടാരമതിലിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ദളിതർക്കും വിധവകൾക്കും പ്രവേശനമില്ല.